ഗുഡ് ഗേൾ. അടുത്തത് പാറു. അയ്യോ ഞാനോ? എന്താ പാറു ഇത്? നിനക്ക് കുറച്ചേലും പഠിച്ചു വന്നൂടെ? നീ ഇപ്പൊ എല്ലാ പരീക്ഷയിലും 0 ആണല്ലോ മേടിച്ചത്. എന്ത് പറ്റി നിനക്ക്? നീ വീട്ടിൽ പഠിക്കണില്ലേ? പോട്ടെ, ഈ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് ശ്രദ്ധിച്ചാൽ നിനക്ക് ഈ 40 ഒരു 20 മാർക്കെങ്കിലും ജയിക്കാനുള്ള മാർക്കെങ്കിലും കിട്ടിയില്ലേ? അതിനെങ്ങനെ ക്ലാസ് എടുക്കുന്ന ടൈമിലുള്ള വർത്താനം പറഞ്ഞിരിക്കും, പിന്നെ എക്സാമിന്റെ ടൈമിൽ പഠിക്കൂല, പിന്നെ എങ്ങനെ മാർക്ക് ഉണ്ടാവുക? നിന്റെ അമ്മനെ നിനക്ക് കാണണം കേട്ടോ. PTA മീറ്റിങ്ങിന് വരുമ്പോ അമ്മനോട് നിന്നെ കാണാൻ പറയണ്ടോ? ഓക്കെ ടീച്ചർ. എന്നാ വാങ്ങിക്കോ. കൂടുതൽ നേരം എന്റെ അടുത്തിരുന്ന് കഴിഞ്ഞാലേ ചൂടാവും. ഓക്കെ ടീച്ചർ. എന്നിട്ട് അവൾ ഒരു ഉളുപ്പില്ലാത്ത നിർത്താൻ നോക്കിക്കേ. പിന്നെ ഈ പാറു അടുത്ത എക്സാമിന് പഠിച്ചിട്ടില്ലെങ്കിൽ 0 തന്നെയാണ് ഈ ക്ലാസ്സിൽ കുത്തിരിക്കേണ്ടി വരും കേട്ടോ. പിന്നെ എനിക്ക് ഇവരൊന്നും കൂട്ടിലുണ്ടാവില്ല. അവരൊക്കെ മുകളിലത്തെ ക്ലാസ് പോവും. പിന്നെ നീ മാത്രം ഇവിടെ തോറ്റിരിക്കേണ്ടി വരും കേട്ടോ. പഠിക്കണം എന്നുണ്ടെങ്കിൽ പഠിച്ചോ, അല്ലെങ്കിൽ ഇവിടെ തന്നെ കുത്തിരിക്കാം അടുത്ത വർഷം. അത് വേണ്ട ടീച്ചർ, ഞാൻ പഠിച്ചോളാം. പഠിച്ചിട്ട് കണ്ടാ മതി. നാണം കേട്ടെ. അടുത്ത ലച്ചു. നീ അങ്ങോട്ട് എഴുതിയതൊന്നും ഫുള്ള് ശരിയായിട്ടില്ലല്ലോ. അതെന്താ ടീച്ചർ? എഴുതിയതിൽ ഫുള്ള് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആയിരുന്നു. അടുത്ത എക്സാമിന് കറക്റ്റ് ആക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. എത്രയുണ്ട്? 40-25. നിനക്ക് ഞാൻ ഇത്ര നല്ല പ്രതീക്ഷിച്ചിരുന്നു. കുറച്ചുകൂടി മേടിക്കാം കേട്ടോ. ഓക്കെ ടീച്ചർ. ഇന്നാ വാങ്ങിക്കോ. താങ്ക് യു ടീച്ചർ. അപ്പു. യെസ് ടീച്ചർ. നിനക്ക് എന്താണ് എണീറ്റിക്കാന്ന് വയ്ക്കൂലേ? നിന്ന് ടീച്ചർ. നിനക്ക് എത്ര മാർക്ക് ഉണ്ടാവും നിന്റെ ഒരു ഊഹത്തില്? എനിക്ക് 40-35 ഉണ്ടാവും. ആഹാ, അപ്പൊ നല്ല പൂതിയിലാണല്ലോ. എത്ര ടീച്ചർ? 40-10. എന്താ അപ്പു, നിനക്ക് കുറച്ച് പഠിച്ചൂടെ? നീ ആ അബുവിന്റെ ഒപ്പം നടന്നിട്ട് ഫുൾ കേടായിക്കണു. കുറച്ചൊന്ന് പഠിച്ചിരുന്ന കുട്ടിയായിരുന്നു. ഇപ്പൊ ഒക്കെ ചീത്തയായിക്കണു. ഇനി അവിടുന്ന് തന്നെ മാറ്റിയെടുത്തണം. മുമ്പ് സീറ്റിക്ക്